വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. അധ്യാപകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTE ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AE ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അധ്യാപകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTE ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AE ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ടെറ്റ് അധ്യാപകരെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക, ഭിന്നശേഷി നിയമനത്തിനായി തസ്തിക മാറ്റിവെച്ചാൽ മറ്റ് നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് മാർച്ച് ഒറ്റപ്പാലം AE ഓഫീസിലേക്ക് നീങ്ങിയത്. തുടർന്ന് ഓഫീസിന് മുന്നിൽ ധർണയും നടന്നു. KSTE പാലക്കാട് ജില്ലാ പ്രസിഡന്റ് MA അജിത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് S സുജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM വെങ്കടേശ്വരൻ, M ബിന്ദു, ജില്ലാ കമ്മിറ്റി അംഗം B ധരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി E പിരീഷ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം S സുനിത നന്ദിയും പറഞ്ഞു. ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ സ്ഥിര നിയമന അംഗീകാരം, ഭിന്നശേഷിക്കാർക്ക് പോസ്റ്റ് മാറ്റിവെക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ നിലവിലുള്ള മറ്റ് അധ്യാപകരുടെ നിയമനാംഗീകാരം അടിയന്തരമായി നൽകുക എന്നതാണ്. 5ാമത്തെ നമ്മുടെ ആവശ്യം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. 6ാമത്തെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രധാന അധ്യാപകർ ഒരു പ്രതിസന്ധിയിലാണിപ്പോൾ. പാഠപുസ്തകങ്ങൾ കെട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനാധ്യാപകരുടെ മീതെ വലിയൊരു പിഴ ചുമത്തിയിരിക്കുകയാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ 6ാമത്തെ ആവശ്യം. 7ാമത്തെ ആവശ്യം ആധാറുള്ള മുഴുവൻ കുട്ടികളുടെയും, അവർക്ക് മാത്രമാണ് ഇപ്പോൾ തസ്തിക നയത്തിന് കണക്കെടുപ്പിൽ ഉൾപ്പെടുന്ന ആധാറുള്ള കുട്ടികളെ മാത്രമാണ്. ആധാറുള്ളതും EAD ഉള്ളതുമായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും തസ്തിക നിർണയത്തിന് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ആവശ്യം. അതുപോലെ തന്നെ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അടിയന്തരമായി ഒരു അദാലത്ത് നടത്തി ഫയലുകൾ തീർപ്പാക്കണം എന്നുള്ളതാണ് മറ്റൊരാവശ്യം. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മളിന്ന് കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ ഓഫീസുകളുടെ മുന്നിലേക്ക് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.